എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ഈ ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങമാസം, അതായത് 2025 വരെയുള്ള സമയമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങമാസം 2024 മുതൽ അടുത്ത ചിങ്ങം വരെ 2025 വരെയുള്ള ഒരു സമയം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ വർഷഫലം. Spiritual quest, concentration, energetic movement, understanding, steadfastness, guidance. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഈ ഒരു വർഷം നിങ്ങൾ പൊതുവിൽ വളരെ പെട്ടെന്ന് ദേഷ്യമൊക്കെ പെടുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പൊതുവെ ശാന്തശീലരായിരിക്കും ഈ ഒരു മാസത്തിൽ. ഈ ഒരു വരുന്ന വർഷത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ പോലും ശാന്തത കൈവെടിയാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ നശിക്കാതെ എല്ലാ കാര്യത്തിലും ക്ഷമയോടും കാരുണ്യത്തോടും ഒക്കെ കൂടി പെരുമാറുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആളുകളോടുള്ള പെരുമാറ്റത്തിലാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ടൊന്നും സംസാരിക്കാതെ വളരെ സംയമനത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി യാത്രകൾ ചെയ്യാനുള്ള അവസരം വരുന്ന സമയമാണ്. ഇപ്പോൾ അത് ജോലി സംബന്ധമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളോ മറ്റോ, നല്ലൊരു യാത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്ര സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നല്ലൊരു സ്പിരിച്വൽ ഗ്രോത്ത് കൂടി കാണിക്കുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സാധ്യതകൾ, അതായത് നിങ്ങളിപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങളോ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലോ ഒക്കെ താല്പര്യം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഇപ്പോൾ നടുവേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും തെറാപ്പി ചെയ്യുന്നവർ, അതായത് ശാരീരികമായ സ്വാസ്ഥ്യം ഉള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തെറാപ്പി ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു വരുന്ന സമയത്ത്, അതായത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നത്, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടും ഒക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. കൂടുതലായിട്ട് ആത്മീയതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ കോൺസെൻട്രേഷനാണ് നെക്സ്റ്റ് വന്നിട്ട്. ലൈഫിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ ഒരു സമയം നിങ്ങൾ മാതാപിതാക്കളും നിങ്ങളും അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിലും സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അങ്ങനെ ഒരു നല്ല ബന്ധമില്ലാത്തൊരു കുടുംബാന്തരീക്ഷമാണ് നിങ്ങൾക്ക് എങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു സ്വരച്ചേർച്ച ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നല്ലൊരു ബന്ധമല്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ എല്ലാവരും ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബന്ധമായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ, കാരണം എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു, എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ പല കാര്യങ്ങളും തുറന്ന്, അതായത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധം വളരെ എല്ലാവരിലും ഒന്നും കാണില്ല. അങ്ങനെയുള്ളത് കുറച്ച് ആളുകളിൽ ഉണ്ടാവുള്ളൂ. അതായത് നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, മക്കള്, ഭാര്യ, ഭർത്താവ്, ഇതുപോലെയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി കാണണമെന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നു, കുട്ടികൾ പഠിക്കുന്നു, മാതാപിതാക്കൾ, അങ്ങനെയൊക്കെയുള്ള കാര്യം ഉണ്ടെങ്കിൽ കൂടി ഇതൊന്നും ഇല്ലാത്തിടത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തുറന്ന് സംസാരിക്കാൻ, മനസ്സിലുള്ളത് പങ്കുവയ്ക്കാൻ പറ്റുന്ന അവസരമുണ്ട്. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ഒരു അന്തരം, ആ ഒരു ഇത് മാറി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം. അപ്പോൾ ഈ ഒരു വർഷക്കാലം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും, പിന്നെ കോഴ്സുകൾക്കൊക്കെ, പുതിയ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ ഇനി സ്കോപ്പ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ഇത് തിരഞ്ഞെടുക്കാതിരിക്കാം.
നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി നോക്കുക. കാരണം സ്കോപ്പ് മാത്രം നോക്കി പോകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല, മറിച്ച് ആ ചിന്ത എന്ന് പറയുന്നത് നല്ല സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ജോലി. നല്ല ജോലി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സാമ്പത്തികം മാത്രമാണ് അവിടെ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഫുൾഫിൽമെന്റ്, ആത്മസംതൃപ്തി അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് ആദ്യമേ മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതാണ്. എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു വർഷം. പൊതുവെ ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, മടി കുറവായിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ എക്സസൈസും കാര്യങ്ങളോ, നടക്കാൻ പോവുക, ഇതൊക്കെ മടി പിടിച്ചൊന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു. നൃത്തം ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നൃത്തം ചെയ്യാൻ ഇഷ്ടമുള്ളവർ നൃത്തം ചെയ്യുന്നു. അതേപോലെ എന്താണ്, കുറച്ച് നടക്കാനൊക്കെ പോകുന്നു പ്രായത്തിനനുസരിച്ചിട്ട്. പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നടക്കാൻ പോവുക, ആരോഗ്യത്തിനനുസരിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു 10-25 വയസ്സുള്ളവരോ അല്ലെങ്കിൽ മിഡിൽ ഏജിലായിട്ടുള്ള ആൾക്കാർ ജിമ്മിൽ പോകുക, എക്സസൈസ് ചെയ്യുക, ഓടാൻ പോവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൃത്തം ചെയ്തിരുന്ന വ്യക്തിയാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ അടുത്ത കാലത്ത് പല കാര്യങ്ങളായിരിക്കാം, ജോലി, പ്രാരബ്ധം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു പാഷൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ജോലി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ട് നൃത്താധ്യാപകരായിട്ട് പോകും, നൃത്തം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യവും ചില ആളുകളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ സമയമാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ റിസ്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റിസ്ക് എടുക്കാൻ പറ്റും. പക്ഷെ റിസ്ക് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണെന്ന് നോക്കുക. കാരണം ഒരു മേഖലയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിവുള്ള ഒരാളാണെങ്കിൽ ആ മേഖലയിൽ കുറച്ച് റിസ്ക് എടുത്താലും എവിടെയൊക്കെ നിൽക്കാം, എവിടെ നിൽക്കരുത്, എങ്ങനെ മുന്നോട്ടേക്ക് പോകാന്ന് അറിയാവുന്ന ഒരാളാണെങ്കിൽ അവിടെ റിസ്ക് എടുക്കാം. പക്ഷെ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷെയർ ട്രേഡിംഗ് മാർക്കറ്റിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എങ്കിൽ നിങ്ങളത് കണ്ണടച്ച ഒരാൾ പറയുന്നത് കേട്ടിട്ട് പൂർണ്ണമായിട്ടും റിസ്ക് എടുത്തിട്ട് പോകാതിരിക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്ത് പരിചയമില്ലാത്ത ആളുകൾ റിസ്ക് വളരെ കുറഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയാണ് റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ് എന്നുള്ളത്. അപ്പോൾ ഈ റിസ്ക് എടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ മാത്രമല്ല, വേറെ പല കാര്യങ്ങളിലും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിദേശത്ത് പോയിട്ട് പഠിക്കണമെന്നുള്ളൊരു അത് ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് 100% ഉറപ്പായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടുന്നത്. അതൊരു തരത്തിൽ റിസ്ക് ആണ്. അത്തരത്തിലുള്ള റിസ്കുകൾ എടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോഴും പറയുന്നത് അമിതമായിട്ടുള്ള ലോൺ എടുത്തിട്ട് ഒരിക്കലും ഒരു ലെവലില് അത് നഷ്ടപ്പെട്ടാൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ തെരുവിലാകില്ല എന്നുള്ളൊരു ലെവലിലാണെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. എല്ലാം പണയം വെച്ചിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചിട്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയുള്ളവർ, എനിക്ക് കുടുംബത്തിന്റെ സ്വന്തം ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കുന്നില്ല, ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, ഒരു കാര്യങ്ങളിൽ ഒരു കണ്ടറിഞ്ഞു നോക്കി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങുകയാണ്. അതേപോലെ എന്തെങ്കിലും തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരുന്ന ഒരു സ്വഭാവമുള്ള, ഇപ്പൊ മക്കൾക്കൊക്കെ അങ്ങനത്തെ സ്വഭാവമാണ് നിങ്ങളുടെ എങ്കിൽ ആ ഒരു സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഒരു ഉറച്ച ഒരു ചുവടുവയ്പിലൂടെ പോകുന്നുണ്ട്. ഇപ്പൊ പലരെ സംബന്ധിച്ചും ഇപ്പൊ മക്കളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്ത് ചെയ്താലും കുറച്ച് നാള് അതിൽ നിൽക്കും, പിന്നെ അത് മടുത്ത് തിരിച്ചു പോരും എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സ്വഭാവമുള്ളവരാണെങ്കിൽ അവർ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ഗൈഡൻസ് എനർജിയാണ് ഇവിടെ. ജോലി സംബന്ധമായിട്ട് നല്ലൊരു സാധ്യതകൾ പലയിടത്തും ട്രെയിനി ആയിട്ട് കയറിയിട്ടുള്ളവർ, ഇന്റേൺഷിപ്പിൽ കയറുന്നവർ, ടെമ്പററി പോസ്റ്റിലുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ പെർമനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് പോകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നു. സർക്കാർ ജോലിക്കുള്ള അവസരം സൂചിപ്പിക്കുന്നു. എൻട്രൻസ് അതേപോലെ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യം. ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നവര്, നിങ്ങളെ നാട്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ വേറൊരിടത്താണെങ്കിൽ അതിന് സാധ്യതകൾ ഏറി നിൽക്കുന്നു. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവര്, ഇപ്പൊ മറ്റു രാജ്യത്തുള്ളവരാണെങ്കിലും നാട്ടിൽ തന്നെ വേറെ ഇടത്താണെങ്കിലും ഇന്ത്യയിൽ തന്നെ വേറെ ഇടത്തുള്ളവര്, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ ആണെങ്കിലും ഒരാൾ വിദേശത്ത് ഒരാൾ നാട്ടിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക്
നിങ്ങൾ രണ്ടുപേരും ഒരിടത്തേക്ക് ഏതെങ്കിലും ഒരിടത്തേക്ക് വന്ന് കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കാനുള്ള അവസരവും ഈ ഒരു വർഷം ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.